എങ്ങനെയാണ് ജെയ് സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ള തീരുമാനം? നോർമലി എല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ പാരൻസ് പറഞ്ഞു സൈലം കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയിരിക്കും, കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആണ്. ബാക്കിയൊക്കെ ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴേക്കും സൈലം ആയിരുന്നു കുറച്ചും കൂടി എന്താ പറയുക ടെൻഷൻ ഫ്രീ. കുട്ടികൾ കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്, എന്തും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അങ്ങനെയൊക്കെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സൈലത്തിൽ പോകാം, കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എൻട്രൻസ് പഠിക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് സൈലം ചൂസ് ചെയ്തത്. ഹൈബ്രിഡ് ആണെന്നുള്ളത് കാര്യം അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം ഹൈബ്രിഡ് ഇതുവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വന്നിട്ടില്ല. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സൈലത്തിലാണ് ഹൈബ്രിഡ് എന്നുള്ള സിസ്റ്റം ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് നമുക്ക് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നമ്മൾ ആ വീഡിയോ കണ്ടിട്ടാണ് അടുത്ത ദിവസം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്നത്. അപ്പം ഓൾറെഡി നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് സാറുമാർ പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാവാനും പറ്റും. അത് മാത്രമല്ല നമുക്ക് എക്സാം ഫസ്റ്റ് തന്നെ നടക്കും. സോ നമ്മൾ എത്ര വീഡിയോ ക്ലാസ്സിൽ നിന്ന് പഠിച്ചെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. സോ എനിക്ക് തോന്നുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈബ്രിഡ് സിസ്റ്റം ചൂസ് ചെയ്തത്. പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ജെയ് എഴുതിയിട്ടുണ്ടായിരുന്നു? എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ഐ മീൻ നമ്മൾ 12th പഠിച്ച കുറച്ച് ടോപ്പിക്കൊക്കെ എടുത്തായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ജെയ് എടുത്തത്. ആ സമയത്ത് എന്തെങ്കിലും കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, പോയിട്ടുണ്ടായില്ല. ഇല്ല. അപ്പോൾ ഈ ഹൈബ്രിഡിൽ പഠിച്ചു ഏകദേശം ഒരു 6-7 മാസത്തോളം ഹൈബ്രിഡ് രീതിയിലാണ് പഠിക്കുന്നത്. എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്? എനിക്ക് സ്കൂളിൽ പഠിച്ച മാതിരിയല്ല നമ്മൾ എൻട്രൻസ് പഠിക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. കുറെ MCQ, കുറെ കാൽക്കുലേഷൻ ചെയ്യണം. സ്കൂളിലാണെങ്കിൽ കുറച്ച് തിയറി ബേസ്ഡും ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. സോ പ്രോബ്ലംസ് ചെയ്ത് കുറെ പഠിക്കാനായിട്ട് എനിക്ക് പറ്റി. എൻ്റെ കാൽക്കുലേഷൻ സ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക റിയൽ ലൈഫ് ഇതിൽ എന്താ പറയുക പറഞ്ഞിട്ട് നമ്മുടെ സാറുമാർ നമ്മളുടെ അടുത്ത് പറയും. സോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ്ലൈൻ നമ്മൾ ഡെയിലി സ്കൂളിൽ പോകുന്നു, അവിടുന്ന് കാര്യങ്ങൾ ടീച്ചേഴ്സ് പറയുന്നു, പഠിക്കുന്നു, നേരെ വീട്ടിൽ വരുന്നു, പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡ് മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് ഒന്നിടവിട്ട ദിവസങ്ങളാണ് നമ്മൾ ക്യാമ്പസിൽ വരുന്നത്. ആ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്നാണ് നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്നത്. ഈ ഒരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു? എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത്രയും നാൾ നമ്മൾ ഡെയിലി ക്ലാസ്സിൽ പോയി വരാം ആൻഡ് ദെൻ സഡൻലി നമ്മൾ ഹൈബ്രിഡിൽ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു മന്ത് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ചെയ്ത് ദിവസങ്ങൾ പോയിക്കൊണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി, ഓക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് വീഡിയോ കാണാം, കുറേ വീഡിയോ കാണാനാണ് കുറച്ച് നമുക്ക് അറിയാത്ത സംഭവങ്ങളുടെ മാത്രം വീഡിയോ കണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്യുക. അങ്ങനെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്ത് നമ്മൾ അറിയാത്ത കോൺസെപ്റ്റ് കുറച്ചും കൂടി തറവാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാം. നമുക്ക് ആ ഒരു എന്താണ് അതിൻ്റെ ട്രിക്ക് എന്ന് മനസ്സിലായ അത് പക്ഷെ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ഒരു മാസം 2 മാസം എടുത്തു. അപ്പം നമ്മളെ ജെയിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സെൽഫ് പ്രിപ്പറേഷൻ ആണ്. ഒരു ഓൺലൈൻ ഡേയിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര ഹവേഴ്സ് സെൽഫ് പ്രിപ്പറേഷൻ കിട്ടുന്നുണ്ട്? ഞാൻ ഐ ഗസ് ഒരു 6 to 7 hours ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ 6 to 7 hours ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവർ തരുന്ന മെറ്റീരിയൽസ് ഞാൻ നോക്കി പഠിക്കുക, അങ്ങനെ ചെയ്യുന്നു. അത് നല്ലൊരു സമയം. മീൻസ് ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ 6 hours കിട്ടുമോ? കിട്ടത്തില്ല അല്ലേ? തീർച്ചയായിട്ടും ജെയിനെ സംബന്ധിച്ച് സെൽഫ് പ്രിപ്പറേഷൻ അത്രയും പ്രാധാന്യമുണ്ട്. അത് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഹൈബ്രിഡ് മെത്തേഡിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ ഹൈബ്രിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സബ്ജക്റ്റ് 4-5 പ്രാവശ്യം ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ റിവൈസ് ചെയ്യുന്നുണ്ടല്ലേ? അത് എത്രത്തോളം മോളുടെ പെർഫോമൻസിന് ബെറ്റർ ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞ പോലെ എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്താ പറയുക ഡെയിലി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതുമല്ലാണ്ട് തന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് ടെസ്റ്റും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. അപ്പം കുറേ ടെസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ആ ടെസ്റ്റിലൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എനിക്ക്
കുറച്ചും കൂടി തറവായ പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ കുറേ ടെസ്റ്റ് ചെയ്ത് മോക്ക് എക്സാംസ് ചെയ്ത് കുറേ എക്സാംസ് കണ്ടക്ട് ചെയ്യായിരുന്നു ഇവർ. സോ അതിലൂടെ നമുക്ക് അറിയാത്ത ടോപ്പിക്ക് ചിലപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും, പക്ഷെ ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിക്കുന്നു കിട്ടുന്നുണ്ടായിരുന്നു കുറച്ചും. ഇപ്പം നമ്മൾ ഓൺലൈൻ ഡേയിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം പഠിക്കുന്നു, സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ടാവുന്ന അന്ന് തന്നെ നമ്മുടെ ഹോസ്റ്റലിൽ ഡൗട്ട് ക്ലിയറിംഗ് പിറ്റേ ദിവസം അതേ സബ്ജക്റ്റിന്റെ ഓൺലൈൻ ഡേയിൽ നമ്മൾ പഠിച്ച കാര്യത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അന്ന് തന്നെ നമ്മൾ അതേ പ്രോബ്ലം നമ്മൾ പിന്നെയും പഠിക്കുന്നത്. ശരിക്കും 2 ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളാണ് ഈ 2 ദിവസങ്ങളായിട്ട് ഒരേ സബ്ജക്റ്റ്. അത് ഏത് രീതിയിലാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? എനിക്ക് ഞാൻ ഹോസ്റ്റലിലാണ്, സോ ഡൗട്ട് ക്ലിയറിംഗ് ഹോസ്റ്റലിൽ വരും. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ട് വന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിൽ ഹോസ്റ്റലിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവർക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും അവർ ഭയങ്കര എക്സൈറ്റഡ് ആവും. അത് ചെയ്ത് ആൻസർ നമ്മളെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ എനിക്കത് ഭയങ്കര ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസിന് വരുമ്പം ഒരാളും നമുക്ക് ചോദിക്കാൻ ഒരു പേടിയില്ല, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മളിങ്ങനെ ഡൗട്ട് ക്ലിയറിംഗ് ചോദിക്കുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ആൻസർ ചെയ്യുന്നു. നമുക്ക് അറിയാത്ത ടോപ്പിക്കൊക്കെ എത്ര നേരം വന്നിരുന്നാലും ഇങ്ങനെ മനസ്സിലാക്കിപ്പിച്ച് തരണം എന്നാണ് അവരുടെ മെയിൻ മോട്ടോ. സോ അങ്ങനെ ഇങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ പക്കയാക്കിയിട്ട് കൊണ്ടുപോകുന്ന പോലെ ടീച്ചേഴ്സൊക്കെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വരുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ടീച്ചേഴ്സ് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 10 എത്ര മാർക്ക് കൊടുക്കാം? എനിക്ക് 10 മാർക്ക്. ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ ഹോസ്റ്റലാണെന്ന് പറഞ്ഞല്ലോ, മെന്റേഴ്സ് വാർഡൻസ് അവര് മെന്റേഴ്സ് ഒക്കെ എന്താ പറയാ, നമ്മുടെ സെയിം ഏജ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവരടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവര് എല്ലാ രാത്രിയും വരും, എന്നിട്ട് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും അടുത്ത ദിവസം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞുതരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം GAB ഒക്കെ കഴിഞ്ഞ് വന്നാലും മാം ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, എന്താ മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ എന്താ മാർക്ക് എന്തുകൊണ്ടാണ് മാർക്ക് പോയത്, എവിടെയാണ് മാർക്ക് പോയത്, നമ്മളുടെ ഫോൾട്ടി ഏരിയാസ് എവിടെയാണ്, നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും. സോ എനിക്കതൊക്കെ നമ്മളൊരു ഫ്രണ്ട് പോലെയാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ പുറത്താണ്, പക്ഷേങ്കിൽ അവർ എൻ്റെ അടുത്ത് ഇല്ലെങ്കിലും മാം ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കാമായിട്ടൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. GABനെ കുറിച്ച് പറഞ്ഞല്ലോ, എത്രത്തോളം എഫക്റ്റീവ് ആണ് GAB? ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ലീവ് ഉണ്ടാവും എന്തായാലും GABക്ക്. സോ ആ GAB കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്ററിലാണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്. പിന്നെ മാർക്ക് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരുടെയും മാർക്ക് വരും, അപ്പോൾ നമുക്കറിയാം നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ആണ് എല്ലാ GAB കഴിയുമ്പോൾ. ഇപ്പം നമ്മൾ GAB എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്ക് അല്ലെങ്കിൽ പെർസെന്റേജ് മാത്രമല്ല GABയിലൂടെ എക്സാമിൻ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും, നമുക്കൊരു ടൈം മാനേജ്മെന്റ് ശരിയാക്കാനായിട്ട് പറ്റും, എക്സാം ഹോളിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പം ഹൈബ്രിഡിനെ സംബന്ധിച്ച് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഹൈബ്രിഡിനെ കേൾക്കുന്നത്. സൈലത്തിന്റെ ഒരു ഉറപ്പിലാണ് ഹൈബ്രിഡിലേക്ക് വരുന്നത്, ഇവിടെ പഠിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും ഇനി വരുന്ന ആസ്പിരൻസിനോട് സൈലത്തിന്റെ ഹൈബ്രിഡിനെ കുറിച്ച് എന്തായിരിക്കും നമ്മൾക്ക് പറയാം? അതായത് പ്രോപ്പറായിട്ട് ഓൺലൈൻ ഡേ ഹൈബ്രിഡ് വളരെ നല്ല സിസ്റ്റമാണ്. അതായത് ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർലി ഓൺലൈൻ ഡേയിൽ ടൈം യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ പക്കയായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. അന്ന് ഹൈബ്രിഡ് മോഡൽ സെറ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു നാക്ക് പിടികിട്ടണം, എന്നാലേ നമുക്ക് ഹൈബ്രിഡ് മോഡൽ ഇതാവുള്ളൂ. ക്ലാസ്സിൽ വന്ന് പിന്നെ ഡെയിലി റിവിഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാത്ത ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഈ ഓൺലൈൻ ഡേയിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നോക്കുന്നത് ഹൈബ്രിഡിന്റെ ഒരു 3 പോസിറ്റീവ് സൈഡുകൾ പറയാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഫസ്റ്റ് തിങ്, ഓൺലൈൻ ക്ലാസ് നമുക്ക് ഓൾറെഡി നമ്മൾ വീഡിയോ ക്ലാസ് കണ്ടാണ് പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിൽ ഒന്നും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഇച്ചിരി അറിയാൻ പറ്റും ഓൺലൈൻ ക്ലാസ്സിൽ. ഓൺലൈൻ ക്ലാസ് കണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താ പറയുക, എക്സാംസ് ഒക്കെ എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റും തോന്നി. ബിക്കോസ് 2 തവണ നമുക്ക് റിവിഷൻ കിട്ടും. തേർഡ് തിങ് വുഡ് ബി എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിരിക്കും. കുറച്ചും കൂടി എല്ലാ ദിവസവും പോയി നമുക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര ടയേർഡും ആയിരിക്കും. അത്ര ടയേർഡ്നെസ് ഉണ്ടാവത്തില്ല ഹൈബ്രിഡിൽ. കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിരിക്കും.